അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത് ലിസാനുൽ ഖുർആനിലെ പാഠഭാഗമാണ്. ലിസാനുൽ ഖുർആൻ കുറച്ച് ശ്രദ്ധിക്കേണ്ട, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരു ടോപ്പിക്കാണ്. എങ്കിലും അതിനെ രസകരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അറബി ഭാഷയുടെ മാത്സ് എന്ന് വേണമെങ്കിൽ പറയാം. അറബി ഭാഷ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു മാത്സ് നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ പറയാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരമാക്കി എഴുതുക, ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുക, ശേഷം നാളെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് കൊണ്ടുവരികയും ചെയ്യാം. അനദാരിസത്തുൻ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? അനദാരിസത്തുൻ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? അത് അറബി മലയാളത്തിൽ എഴുതാം. ഞാൻ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട് അല്ലേ? ഞാൻ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ന് വെച്ചിട്ട് ഒരു 3 ഉദാഹരണം നിങ്ങൾ എഴുതുക. ഒരു 3 ഉദാഹരണം ഞാൻ എന്ന് വെച്ചിട്ട്. ഞാൻ ഇയാളാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഗ്ലാസ്സാണ്, ഞാൻ കുപ്പിയാണ്, ഞാൻ പൂവാണ് എന്നൊക്കെ പറയുന്നില്ലേ? 3ാമത്തെ ചോദ്യം, ഇത് പിടക്കോഴിയാണ് എന്ന് എങ്ങനെയാണ് അറബിയിൽ പറയാം? ഇത് പിടക്കോഴിയാണ്. 4ാമത്തെ ചോദ്യം, ഹാദിഹി ഷജറത്തുൻ, ഇതിൻ്റെ അർത്ഥം എന്താ? ഹാദിഹി ഷജറത്തുൻ. 5ാമത്തെ ചോദ്യം, ഇത് എൻ്റെ വല്ലിപ്പയാണ് എന്ന് എങ്ങനെയാണ് അറബിയിൽ പറയാം? ഇത് എൻ്റെ വല്ലിപ്പയാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നെങ്ങനെയാണ് അറബിയിൽ പറയാം? ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. ഇതാണ് 6ാമത്തെ ചോദ്യം കേട്ടോ. 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് ഒരു ആപ്പിൾ ആണ് എന്നെങ്ങനെ അറബിയിൽ പറയാം? 8ാമത്തെ ചോദ്യം, തിൽക ബിത്തീഖത്തുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? 9ാമത്തെ ചോദ്യം, കീശയിൽ പേനയുണ്ട്. കീശയിൽ പേനയുണ്ട് എന്ന് എങ്ങനെ പറയാം? 10, സൈക്കിളിൽ കുട്ടിയുണ്ട്. 10ാമത്തെ ചോദ്യമാണ് സൈക്കിളിൽ കുട്ടിയുണ്ട് എന്ന് എങ്ങനെയാണ് അറബിയിൽ പറയാം? 11ാമത്തെ ചോദ്യം, ഫിസ്സയ്യാറത്തി സവ്വാഖുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഫിസ്സയ്യാറത്തി സവ്വാഖുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? 12ാമത്തെ ചോദ്യം, ഇൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു വേർഡ് ഉച്ചരിക്കുന്നുണ്ട്. അതേപോലെ മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു അക്ഷരം ഉപയോഗിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് അതിനൊരു അർത്ഥമില്ല, എന്നാൽ ചേരുന്ന സമയത്ത് മറ്റുള്ള വേർഡിനോട് കൂടെ ചേരുമ്പോഴാണ് അതിന് അർത്ഥം വരിക. ഇൽ എന്നും മുകളിൽ എന്നുമാണ് അതിൻ്റെ മലയാളം. അതിൻ്റെ അറബി എന്താണ്? ഇത് വെച്ചിട്ട് രണ്ട് ഉദാഹരണം, ഇൽ വെച്ചിട്ട് 2 ഉദാഹരണവും മുകളിൽ എന്ന് വെച്ചിട്ടും 2 ഉദാഹരണം എഴുതണം. 13ാമത്തെ ചോദ്യം, തലയിൽ തൊപ്പിയുണ്ട്. തലയിൽ തൊപ്പിയുണ്ട് എന്നെങ്ങനെ അറബിയിൽ പറയാം? 14ാമത്തെ ചോദ്യം, ഇതിൻ്റെ മലയാളമാണ് ഐന ദർറാജത്തു. ഐന ദർറാജത്തു എന്നതിൻ്റെ അറബി മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ഒന്ന് പറയണം. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നതിൻ്റെ അറബി നിങ്ങൾ പറയണം. പ്രാവ് ചുമരിൻ്റെ മുകളിലുണ്ട് എന്നതിൻ്റെ അറബി എന്താ? പ്രാവ് എവിടെയാണ് എന്നതിൻ്റെ അറബി എന്താ? രണ്ടും അതിൽ തന്നെ കേട്ടോ. 15ാമത്തെ ചോദ്യമാണ്, പ്രാവ് ചുമരിൻ്റെ മുകളിലുണ്ട്, പ്രാവ് എവിടെയാണ്? നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. 16ാമത്തെ ചോദ്യം, തിൽക ഹക്കീബത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തിൽക ഹക്കീബത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാഠഭാഗമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. 17ാമത്തെ ചോദ്യം, മൻ തിൽക. മൻ തിൽക, ഇതാരാണ്? തിൽക ഉമ്മി, അതെൻ്റെ ഉമ്മയാണ്. ഇതേപോലെ ഒരു 2 ഉദാഹരണം, നിങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരമായിട്ട് പറയണം. മൻ തിൽക എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ തിൽക ഉമ്മി എന്ന് പറഞ്ഞു. ഇതേപോലെ ഇതാരാണ് ചോദിക്കുക, അതിൻ്റെ ആളാണ്. ഇതാരാണ് ചോദിക്കുക, അതിന്ന ആളാണ് എന്ന് പറയും. 18ാമത്തെ ചോദ്യം, 1 മുതൽ 10 വരെ ഒന്ന് എണ്ണ. 1 മുതൽ 10 വരെ എണ്ണുക അറബിയിൽ, അത് എഴുതുക. 19ാമത്തെ ചോദ്യം, എൻ്റെ പേര് ഡാഷ് ആണ്. നിങ്ങളെ പേരെന്താണോ അത് എഴുതുക അറബിയിൽ. എൻ്റെ പേര് ഇതാണ്, ഞാൻ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്ന് അറബിയിൽ പറയാം. ഇതാണ് 19ാമത്തെ ചോദ്യം. ആദ്യം നിങ്ങളെ പേര് എഴുതുക. എൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ പേര് ഡാഷ് ആണ്, ഞാൻ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്ന് അറബിയിൽ പറയാം. 20ാമത്തെ ചോദ്യം,
ഇത് എൻ്റെ ബാഗാണ്, ഇത് എൻ്റെ ബാഗാണ് എന്ന് നിങ്ങൾ അറബിയിൽ പറയണം. ഓക്കെ, 20 ചോദ്യങ്ങളാണ്. നല്ലവണ്ണം ആലോചിച്ച് പാഠപുസ്തകങ്ങൾ നോക്കി ഇതിൽ കറക്റ്റായിട്ട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, കണ്ടെത്തിയിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക. നിങ്ങൾക്ക് ആര് സഹായം വേണമെങ്കിൽ തേടാം. അടിപൊളിയായിട്ട് ഉത്തരം എഴുതിയിട്ട് നമ്മളെ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുക. ശേഷം ക്ലാസ്സിൽ വരുന്ന സമയത്ത് കൊണ്ടുവരികയും ചെയ്യാം. നമുക്ക് വിന്നറെ പ്രഖ്യാപിക്കണം. അപ്പോൾ റെഡിയല്ലേ? നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? ഇൻഷാ അല്ലാഹ്. ഓൾ ദി വെരി ബെസ്റ്റ്.